ഹലോ ഗൈസ്, പനീർ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മുടെ കയ്യിലോട്ടൊക്കെ ആ വെള്ളം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരും എണ്ണയ്ക്കകത്തിട്ട് കഴിയുമ്പോൾ. എന്നാൽ എയർ ഫ്രയറിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു സ്വല്പം പോലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എത്ര ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും നമുക്കിത് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. 100 ഗ്രാം വെയിറ്റുള്ള ഒരു പനീറിൻ്റെ പീസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസുകളാക്കി സ്ലൈസ് ചെയ്തെടുക്കണം. വളരെ സോഫ്റ്റാണ് ഇതെന്നറിയാമല്ലോ, അതുകൊണ്ട് സോഫ്റ്റായിട്ട് മാത്രമേ ഇത് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. നീര് ചിലപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചീനച്ചട്ടി ഇളകി വരത്തില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മിക്കപ്പോഴും എനിക്ക് അങ്ങനെ വരുമായിരുന്നു. നോൺ സ്റ്റിക്കിൻ്റെ തവ ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. നോൺ സ്റ്റിക്കിൻ്റെ തവയെ ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകിൽ വല്ലാതെ ബ്രൗണോ ബ്ലാക്കോ കളറായി പോകും. പിന്നെ ഞാൻ ഫേസ് ചെയ്ത വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, മറിച്ചിടുന്ന സമയത്ത് അത് പിളർന്ന് വരും. താഴത്തെ സൈഡ് വേറൊരു ലെയറായിട്ട് അങ്ങ് മാറിപ്പോകും. ആണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ആ വൈറ്റ് കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതി. അതങ്ങനെ ചെയ്യുന്നതാണ്. എനിക്ക് ഈ പ്രോബ്ലത്തിനെല്ലാം ഒരു റെമഡി ആയിട്ടാണ് എയർ ഫ്രയർ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത്. സ്വല്പം എണ്ണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവൻ്റെ ബാസ്ക്കറ്റിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട് ഈ എണ്ണയെ. അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഞാൻ ഡയറക്റ്റ് തന്നെ ബാസ്ക്കറ്റിൽ ഫ്രൈ ചെയ്യുവാണ്. വേറെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഒന്നും തന്നെ ഇന്ന് യൂസ് ചെയ്യുന്നില്ല. പനീറിൻ്റെ പീസുകളെല്ലാം ബാസ്ക്കറ്റിലൊന്ന് നിരത്തി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഒന്ന് വരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 200 ഗ്രാം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ ബാസ്ക്കറ്റിൽ കൊള്ളാനുള്ളത് മാത്രമേ ഉള്ളൂ. 200 ഡിഗ്രിയിൽ 8 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഈ ടൈമും ടെമ്പറേച്ചറും ഒക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇടയ്ക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള വീഡിയോകൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡൗട്ടുള്ളവരെ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എനിക്ക് കൂടുതൽ ഫ്രൈ ആകുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 8 മിനിറ്റ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചത്. ഇനി അതല്ല കൂടുതൽ ബ്രൗൺ കളറിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അന്നേരം 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ മറിച്ചിട്ട് കൊടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഒന്നുപോലും നമ്മുടെ ബാസ്ക്കറ്റിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇളകി വന്നു. 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു ഓഫ് ചെയ്തിട്ട് എല്ലാം മറിച്ചിടാനായിട്ട് എടുത്തത്. ഇനി അതുകൊണ്ട് ബാലൻസ് 4 മിനിറ്റ് കിടപ്പുണ്ട്. ടോട്ടൽ 8 മിനിറ്റ് ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇനി ഓണെന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പം 8 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇതാ ഗോൾഡൻ യെല്ലോ കളറിൽ ആയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. അത് സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നീർ കൊണ്ട് നമുക്ക് വെറൈറ്റി ഡിഷസ് കുറേ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ പനീർ തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കറി നോർത്ത് ഇന്ത്യ സ്റ്റൈലിലുള്ളതാണ്. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി എൻ്റെ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.